സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 70ാമത്തെ എപ്പിസോഡിലേക്ക് സ്വിംഗ് ട്രേഡിംഗിനെ പറ്റി പഠിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ സീരീസും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളിൽ കൂടുതൽ പേരും എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നും സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനുള്ള വളരെ നല്ല സ്ട്രാറ്റജീസിനും കുറേയധികം റിക്വസ്റ്റ് എന്നോട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാര്യം നിങ്ങളിൽ കൂടുതൽ പേരും ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നവരാണ്. അതിനുശേഷം എഗെയിൻ നിങ്ങളിൽ കൂടുതൽ പേരും തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഫേസിൽ നിന്ന് നിങ്ങൾ തന്നെ ട്രാൻസിഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം സ്വിംഗ് ട്രേഡിംഗിന്റെ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാനായിട്ടാണല്ലോ എൻ്റെ അടുത്ത് സ്ട്രാറ്റജീസ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്ത് സ്വിംഗ് ട്രേഡിംഗിലേക്ക് കടക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് സ്വിംഗ് ട്രേഡിംഗ് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള വളരെ നല്ല റിസൾട്ട്സ് തരാൻ പറ്റുന്ന ഒരു ട്രേഡിംഗിന്റെ സ്റ്റൈലാണ്. അപ്പോൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതായത് നമുക്കറിയാം ഇൻട്രാഡേ ട്രേഡിംഗിന് അതിൻ്റെതായ കുറെ ബെനിഫിറ്റ്സും ഉണ്ട്, എന്നാൽ അതിനേക്കാളും പ്രശ്നം സൃഷ്ടിക്കുന്ന കുറെ അധികം ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിനും കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്നാലും അവിടെയും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ലോങ് ടേമിലേക്ക് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് വരികയാണെങ്കിൽ നമ്മുടെ അത്ര നാൾ ഉണ്ടായ റിട്ടേൺ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു. അപ്പോൾ അവിടെയും കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സിനാരിയോയിലുമുള്ള അഡ്വാൻറ്റേജസിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് സിനാരിയോയിലുള്ള ഡിസഡ്വാൻറ്റേജസിനെ കളഞ്ഞും കൊണ്ട് ഇങ്ങനെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ട് ഒരു വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ആ ഒരു ട്രേഡിംഗ് ടെക്നിക്ക്, ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ നല്ലൊരു വില കാണുമ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ എപ്പോഴാണോ നമുക്ക് നല്ലൊരു റിട്ടേൺ, നല്ലൊരു ലാഭം ആ ഒരു സ്റ്റോക്കിന്റെ പുറത്ത് കിട്ടുന്നത്, ആ ഒരു സമയത്ത് നമ്മൾ ആ സ്റ്റോക്കിനെ വിൽക്കുകയാണ്, ലാഭം നമ്മൾ പോക്കറ്റിലാക്കുകയാണ്. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഇതിനെപ്പറ്റി വിശദമായി അറിയാത്തവരുണ്ടെങ്കിൽ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് കാണുക. ഫണ്ടമെന്റലി വ്യക്തമായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജീസ് പഠിക്കണമെന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടാകും. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള, ഏറ്റവും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു ലോജിക്ക് നമ്മുടെ തലയിലേക്ക് കയറുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് സ്വിംഗ് ട്രേഡ്സ് ഈസിലി എടുക്കാൻ പറ്റുന്നതാണ്. സ്വിംഗ് ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇന്ന് വ്യക്തമായിട്ട് ലേ ഡൗൺ ചെയ്യാൻ പോകുന്നത്. ഇത് പഠിച്ചു കഴിയുകയാണെങ്കിൽ മുന്നിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് ഉപയോഗിച്ചോ എല്ലാം ഈ ഒരു ഫൗണ്ടേഷനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് വലുതാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ള ഈ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മേജർ ടൂൾ പഠിക്കാനായിട്ട്. The name is Shariq Shamsuddin. Welcome to Fundfolio. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം ലോജിക്കലായിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്യൂർലി പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു അണ്ടർലൈയിങ് ലോജിക് എന്താണെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ഫണ്ടമെന്റൽ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്താണ് ലോജിക്ക് പറയുന്നത്? ഏറ്റവും ആദ്യത്തെ പോയിന്റ്, നിങ്ങൾ ട്രേഡ് ചെയ്യാനുള്ള, സ്വിംഗ് ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ 3ാമത്തെ പോയിന്റ് എന്താണ്? ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. എന്താണത്? ആ സ്റ്റോക്കിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ലോവിൽ ബൈ ചെയ്യുക, വില കൂടുമ്പോൾ ഹൈ ആകുമ്പോൾ സെല്ല് ചെയ്യുക. സംഭവം ശരിയല്ലേ? അതായത് ഒരു സ്റ്റോക്കിനെ നിങ്ങൾ കണ്ടെത്തി, അതിന്റെ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുക. അതിന്റെ വില നാളെ കൂടുമ്പോൾ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും 20 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന്റെ വില കൂടുമ്പോൾ അതിനെ വിൽക്കുക. റൈറ്റ്. അപ്പൊ ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്വിംഗ് ട്രേഡിങ്ങിനെ പലരും കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് റിലയൻസ് പോലൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ HDFC ബാങ്ക് പോലൊരു സ്റ്റോക്ക്. അപ്പോൾ ഇതുപോലെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ, നിഫ്റ്റി 50യിൽ പ്രസൻസ് ഉള്ള സ്റ്റോക്കുകൾ, ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഷോർട്ട് ടേമിൽ കുറച്ചൊന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ പോലും ലോങ് ടേമിലേക്ക് എന്തായാലും മുകളിലേക്കല്ലേ പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയുള്ള ഹൈ ഗ്രോത്ത് എന്തായാലും എപ്പോൾ
എപ്പോഴും ഗ്രോ മാത്രം ചെയ്യുന്ന സ്റ്റോക്കുകളെ അതിന്റെ ഒരു ലോ പോയിന്റിൽ നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ ഒരു ലോ പോയിന്റിൽ നിങ്ങൾ അതിനെ വാങ്ങുകയാണെങ്കിൽ പിന്നീട് അതിന്റെ വില കൂടുമ്പോൾ നിങ്ങൾക്ക് വിറ്റിട്ട് ലാഭമാക്കാൻ പറ്റുന്നതല്ലേ. ഇനി അതെല്ലാം നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം പിന്നെയും അത് കുറച്ചൊന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അതൊരു ഹൈ ഗ്രോത്ത് ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തീർച്ചയായിട്ടും അതിന്റെ വില പിന്നെയും കൂടും. അപ്പോൾ നിങ്ങൾക്ക് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് നല്ല സ്റ്റോക്കുകളെ കണ്ടെത്തുക, അതിന്റെ വില കുറഞ്ഞു നിൽക്കുമ്പോൾ വാങ്ങുക, വില കൂടുമ്പോൾ വിൽക്കുക. ഇത്ര ഈസി ആയിട്ട് ഇതിനെ മനസ്സിൽ നിങ്ങൾ വളരെ ശക്തമായിട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. സ്വിംഗ് ട്രേഡിംഗ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഈസി പ്രോസസ് ലോജിക്ക് മനസ്സിലായെങ്കിൽ ഇനി ഇതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഈ ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഹൗ ടു ഐഡന്റിഫൈ സ്റ്റോക്ക് ടു ട്രേഡ്. കണ്ടോ, അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്വിംഗ് ട്രേഡ് എടുക്കാനായിട്ടുള്ള സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് രണ്ട് മാർഗ്ഗങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഈ രണ്ടാമത്തെ മാർഗ്ഗം ഇന്ന് ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒരു ഫർദർ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഇത് എല്ലാവരും തുടക്കക്കാർ ബിഗിനേഴ്സ് ചെയ്യണമെന്ന് ആവശ്യമുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റി 50-ലുള്ള ബ്ലൂ ചിപ്പ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം സേഫ് ആയിട്ട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഐദർ നിഫ്റ്റി 50 അകത്തുള്ള എല്ലാ സ്റ്റോക്കുകളെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് സ്റ്റോക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് നോക്കാനായിട്ട് നിയർലി ഒരു 200 മുതൽ 250 വരെ സ്റ്റോക്സ് അവൈലബിൾ ആണ്. ഇനി അതല്ല എങ്കിൽ ഇന്ന് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യേണ്ടാത്ത എന്നാൽ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ പറ്റുന്ന വേറൊരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് കൂടിയുണ്ട്. എന്താണത്? അതായത് ഏതെങ്കിലും സ്റ്റോക്കിന്റെ കേസിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് വരാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോർപ്പറേറ്റ് ആക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ക്യാച്ചിങ് ദ മൊമെന്റം എന്നുള്ളതാണ്. അവിടെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് ഐദർ മുകളിലേക്ക് നന്നായി റാലി ചെയ്യാനോ അല്ലെങ്കിൽ താഴേക്ക് പോകാനോ സാധ്യതയുണ്ട്. അപ്പൊ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ആണ്, അതിനനുസരിച്ച് ഒരു റാലി കിട്ടുന്നുണ്ട്, ഒരു ബുള്ളിഷ് റാലി കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റത്തിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇൻഫോസിസിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. നല്ലൊരു റിസൾട്ട് വന്നതും അടുത്ത ദിവസവും അതിന്റെ അടുത്ത ദിവസവും എല്ലാമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ മാത്രമായിട്ട് ഇൻഫോസിസ് റാലി ചെയ്ത് 30%. ഒരു മാസം മൂവ് ചെയ്ത് 30%. അപ്പൊ അതിന്റെ ഇടയിൽ ഏതൊരു പോയിന്റിൽ കയറിയിരുന്നെങ്കിൽ പോലും മോശമല്ലാത്തൊരു 5%, 7% പോട്ടെ, ഒരു 3% ഒരു സ്വിംഗ് ട്രേഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അപ്പൊ അതാണ് ക്യാച്ചിങ് ദ മൊമെന്റം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് കുറച്ച് റിസ്കിയാണ്. കാരണം നിങ്ങൾ പലപ്പോഴും മാർക്കറ്റ് ഒബ്സർവ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയും, അതായത് ഒരു ന്യൂസ് ഒക്കെ വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സ്റ്റോക്ക് റിയാക്ട് ചെയ്തു കൊള്ളണമെന്നില്ല. ചില ദിവസം നല്ല റിസൾട്ട് ആണെങ്കിൽ പോലും അടുത്ത ദിവസം സ്റ്റോക്ക് അതിശക്തമായി താഴോട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് റിസ്കിയാണ്, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ വേറൊരു പോയിന്റ് ഉള്ളത് ബൈയിങ് അറ്റ് ഡിപ്സ് എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു നല്ല കാര്യമാണ്. അതായത് ഒരു ന്യൂസോ ഇവന്റോ കോർപ്പറേറ്റ് ആക്ഷനോ ഒക്കെ നടക്കുമ്പോൾ, അതായത് ഒരു ജനറൽ ന്യൂസോ ഇവന്റോ ആകാം, അതായത് ഒരു RBI അനൗൺസ്മെന്റ് ആകാം, അങ്ങനെ ഒരു ജനറൽ ന്യൂസോ ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് കോർപ്പറേറ്റ് ആക്ഷനും ആകാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനിയുടെ പുറത്ത് അങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം അതിന്റെ പ്രൈസ് ഇടിഞ്ഞ് കുറെ താഴോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഒരു ഡിപ്പ് എന്ന് പറയാൻ പറ്റും. ആ ഒരു ഡിപ്പിൽ അതിനെ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എനിക്ക് എക്സാമ്പിൾ പറയാനുള്ളത് റിലയൻസിന്റെ കേസിൽ 2 ആഴ്ച മുൻപ് നമ്മൾ കണ്ടതാണ്. റിലയൻസിന്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ റിലയൻസിന്റെ പ്രൈസ് താഴേക്ക് വന്നു, കുറേ അധികം പോയിന്റ്സ് താഴേക്ക് വന്നു. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു നല്ല ബൈയിങ് പോയിന്റ്. അത് ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനിയുടെ ഒരു ലോ പൊസിഷൻ ആണ്. നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനിനെ ഒരു സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം നമുക്കൊരു ലോ കിട്ടുകയാണ് ഡിപ്പ് സംഭവിക്കുമ്പോൾ. അപ്പൊ ആ ഒരു ലോയിൽ നമ്മൾ വാങ്ങിച്ചിരുന്നെങ്കിൽ, അന്ന് നമ്മൾ ലൈവിലും ടെലിഗ്രാമിലും എല്ലാം ഡിസ്കസ് ചെയ്താണ്, അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ റിലയൻസ് തീർച്ചയായിട്ടും റാലി ചെയ്തു, നല്ലൊരു ലാഭം ഉണ്ടാക്കാനും പറ്റിയേനെ. അപ്പൊ ഈ ഒരു പോയിന്റ് കുറച്ചൊന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ എന്തായാലും മുന്നിലേക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാലും മുന്നിലേക്ക് എങ്ങനെ എൻട്രി എടുക്കണം എന്ന് പറയുന്ന ടെക്നിക്സ് മനസ്സിലാവുകയാണെങ്കിൽ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യേണ്ട സ്റ്റോക്സ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട്, ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള FNO ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്തായാലും വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൽ ഡൗട്ട് ഉണ്ടാകില്ല എന്നും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2-3 പോയിന്റ്സ് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. അതായത് സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ ലോയിൽ ബൈ ചെയ്യുന്നത്, ആ ഒരു ലോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം,
അതിനുശേഷം ഹൈ ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെ സെല്ല് ചെയ്യാം അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെ ബൈ ലോ ചെയ്യണം എന്നുള്ളതിനെ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ബൈ അറ്റ് സപ്പോർട്ട്. അതായത് ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയുടെ സ്റ്റോക്ക് ഏതെങ്കിലും ഒരു മേജർ സപ്പോർട്ടിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. ആ ഒരു സപ്പോർട്ടിൽ ചെന്ന് നിന്നിട്ട് അതൊന്ന് പയ്യെ മുകളിലേക്ക് വരുന്നു എന്ന് കാണുകയാണെങ്കിൽ, ആ സപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണെങ്കിൽ, സപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായാലും ഒരു ലോ ആയിരിക്കുമല്ലോ, ആ ഒരു പോയിന്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൈ അറ്റ് സപ്പോർട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ബൈ ലോന്റെ കീഴിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ പോയിന്റ്, അത് ശരി നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, സപ്പോർട്ടിൽ വാങ്ങിച്ചാൽ നല്ലതാണെന്ന് അറിയാലോ. എന്നാൽ ഗെയിം എന്ന് പറയുന്നത് സപ്പോർട്ട് കണ്ടെത്തലല്ലേ? തീർച്ചയായിട്ടും വിഷമിക്കേണ്ട, അടുത്ത സ്ലൈഡിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈ അറ്റ് ബ്രേക്ക് ഔട്ട് എന്നുള്ളതാണ്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഐദർ ഇങ്ങനെ കൺസോളിഡേറ്റ് ആകുന്നുണ്ടാകും, ഒരു സൈഡ് വേസ് ട്രെൻഡിലേക്കൊക്കെ പോകും. എത്രയോ സ്റ്റോക്കുകളിൽ നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് കാണുന്നതാണ്. അങ്ങനെ കൺസോളിഡേറ്റ് ആവുകയാണെങ്കിൽ ഒരു പോയിന്റിൽ ചെന്നിട്ട് ആ കൺസോളിഡേറ്റ് ആയതിന്റെ ഒരു അപ്പർ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു അതിശക്തമായ ബ്രേക്ക് ഔട്ട്സ് തരാറുണ്ട്. അപ്പോൾ അതിനെയും എല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ക്യാപിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ, അതും തീർച്ചയായിട്ടും ഒരു നല്ല സ്വിംഗ് ട്രേഡിലേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന പൊസിഷനാണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു ഫ്ലോയിൽ തന്നെ ഇനി എങ്ങനെ എൻട്രി ചെയ്യണം, എങ്ങനെ ആ ലോ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആ ഒരു സപ്പോർട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലും വളരെയധികം ഈസി ആയിട്ട് മൾട്ടിപ്പിൾ പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ട്രെൻഡ് കൺഫേം ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട്, നെവർ ട്രേഡ് അഗൈൻസ്റ്റ് ദ ട്രെൻഡ്, അല്ലേ? പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ട്രെൻഡിനെ പറ്റി ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഇത്ര നാള് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇത്രയും എക്സ്പീരിയൻസ് ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് അറിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾക്ക് ചാർട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് മനസ്സിലാകും. അതായത് ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടായിട്ട് ഇങ്ങനെയാണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റും. ഇനി അതല്ല, ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിനെ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയും. ഇനി അതല്ല, ലോവർ ഹൈസും ലോവർ ലോസും ഉണ്ടായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയും. അപ്പോൾ ചാർട്ട്സ് നോക്കിയിട്ട് തന്നെ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 200-day മൂവിംഗ് ആവറേജും 50-day മൂവിംഗ് ആവറേജും ഉപയോഗിച്ചും നമുക്ക് ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സ് 200-day മൂവിംഗ് ആവറേജിന്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഓൾറെഡി അപ് ട്രെൻഡിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ 50-day മൂവിംഗ് ആവറേജ് 200-day മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എഗെയിൻ അത് അപ് ട്രെൻഡിന്റെ കൺഫർമേഷൻ തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടില്ല, എന്നാൽ വളരെ വ്യക്തമായിട്ട് കേട്ടുള്ളൂ. സ്വിംഗ് ട്രേഡ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അനാലിസിസ് നടത്താനായിട്ട് ഉപയോഗിക്കേണ്ടത് 1 ഡേന്റെ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ്. ഇവിടെ വേണമെങ്കിൽ ഇൻട്രാഡേയുടെ കാര്യം ഒരു തവണ കൂടി പറയാം. ഇൻട്രാഡേയുടെ അനാലിസിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ്. അതുപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് 1 ഡേയുടെ ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ആദ്യം ട്രെൻഡ് മനസ്സിലാക്കുക. ട്രെൻഡ് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ കുറെ സ്റ്റോക്സ് ഉണ്ടാകുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ഫേവറേറ്റ് സ്റ്റോക്സ് ഇല്ലേ, ആ സ്റ്റോക്സിനെ നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ ചാർട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ശ്രമിക്കുക. അത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചാർട്ട്സ് ഓപ്പൺ ചെയ്ത് വാച്ച് ചെയ്ത് പ്രൈസ് ലെവൽസ് മനസ്സിലാക്കി നമ്മൾ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും വലിയ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന നേരത്തെ ഈ ഒരു ചോദ്യത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽസ് എങ്ങനെ കണ്ടെത്തും, ഈ സപ്പോർട്ട്സ് എങ്ങനെ കണ്ടെത്തും, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഈ കൺസോൾട്ടേഷനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതല്ലേ നിങ്ങളുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഇതിനെനിക്ക് ഉത്തരം തരാനുള്ളത് സംഭവം വളരെ ഈസിയാണ്. അതായത് നിങ്ങൾ ചാർട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ട് അതിലേക്ക് നോക്കിയിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇതിലേക്ക് ഒരു മാജിക് ട്രിക്കോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഷോർട്ട് കട്ടോ ഒന്നുമില്ല. ഇത് ശരിക്കും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിലെ ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. എത്രയോ പേരാണ് ചാർട്ട്സ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ പാടാണെന്ന് തോന്നും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ദിവസം നടന്നില്ല എങ്കിൽ ഒരാഴ്ച എടുക്കും, ഒരാഴ്ച എടുത്തില്ലെങ്കിൽ 2-3 ആഴ്ചയിൽ നടക്കും. അതുമല്ലെങ്കിൽ വിത്ത് ടൈം എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇപ്പോൾ ശരിക്കും ചാർട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ലൈവിലും ടെലഗ്രാമിലുമായിട്ട് ഷെയർ ചെയ്ത മൾട്ടിപ്പിൾ സ്വിംഗ് ട്രേഡ്സിന്റെ ഞാൻ എങ്ങനെയാണോ എടുത്തത്, ഞാൻ ചെയ്ത അതേ ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും എത്ര എളുപ്പമാണ് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ഹെഡഡ് ആയിട്ട് ആ ഒരു
ചാർട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട്സും കൺസോൾട്ടേഷനും എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാകും. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇപ്പോൾ തന്നെ ചാർട്ടിലേക്ക് ചെന്നിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കുന്നതാണ്. അതേസമയം തന്നെ ഈ സപ്പോർട്ട്സിനെ കൺഫേം ചെയ്യാൻ അല്ലെങ്കിൽ കൺസോൾട്ടേഷനെ കൺഫേം ചെയ്യാൻ ഈ ബ്രേക്ക് ഔട്ടിനെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഇത്രനാൾ പഠിച്ചിട്ടുള്ള കുറെ ടൂൾസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് വെറുതെ നേക്കഡ് ഐ കൊണ്ട് വെറുതെ നോക്കിയിട്ട് സപ്പോർട്ട് ആണെന്ന് പറയണ്ട, നിങ്ങൾ ഈ ടൂൾസിനെ കൂടി ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്യുക. ഏതൊക്കെയാണ് ടൂൾസ്? ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എത്രയോ അധികം നമ്മൾ പഠിച്ചതാണ്. ആ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ നിങ്ങൾ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെനിഫിഷ്യൽ എന്ന് തോന്നിയത് ആ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ട്രേഡ്സ് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എൻട്രി എടുക്കാനായിട്ട് മേ ബി നിങ്ങൾക്ക് മാക്ഡി ക്രോസ് ഓവർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നല്ല പ്രൈസ് ലെവൽസ് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ ഉപയോഗിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചാർട്ട് പാറ്റേൺസിനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. വേണമെങ്കിൽ അതിന്റെ വീഡിയോ കൂടി ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എഗെയിൻ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ പറയുന്ന പോയിന്റ് നമ്മൾ പ്രൈസ് ലെവൽസ് ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് ഇതൊരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡിംഗ് ടെക്നിക് ആയതുകൊണ്ട് തന്നെ ചാർട്ട് പാറ്റേൺസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ ചാർട്ട് തുറന്ന് സപ്പോർട്ട്സ് കണ്ടെത്താൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ കണ്ടെത്താൻ നോക്കുമ്പോൾ, കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ അവിടെ നല്ല ചാർട്ട് പാറ്റേൺസ് കൂടി കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി മീനിങ് ട്രേഡ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിനുശേഷം സ്വിംഗ് CPR എന്ന് പറഞ്ഞ മറ്റൊരു യൂട്യൂബർ ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പുള്ളി ഇംഗ്ലീഷിലാണ് വീഡിയോ ചെയ്യാറ്, രാജൻ എന്നാണ് പേര്. അപ്പോൾ പുള്ളി സ്വിംഗ് CPR എന്നൊരു ഇൻഡിക്കേറ്ററിനെ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസിക് ലോജിക്കിനോടൊപ്പം തന്നെ ഇതിനെ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഞാനിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ചാർട്സിലേക്ക് ചെന്നിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ട്രേഡ്സിന്റെ ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ICICI ബാങ്കിന്റെ ചാർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വൺ ഡേയുടെ ക്യാൻഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ICICI ബാങ്കിന്റെ കേസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ പലപ്പോഴും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 or 3 ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 340 റേഞ്ചിലേക്ക് എത്തുമ്പോൾ എന്തായാലും വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. ഇൻഫാക്ട് കഴിഞ്ഞ ലൈവിൽ പോലും പറഞ്ഞതാണ്. അതുപോലെ തന്നെ ICICI ബാങ്കിനെ ഞാൻ പലപ്പോഴായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലും പറയുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ടല്ലോ ഇതൊരു അപ് ട്രെൻഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ ഹയർ ഹൈസും ഹയർ ലോസും ഇത് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ, നല്ല വ്യക്തമായിട്ട് ഒരു അപ് ട്രെൻഡിലേക്ക് ഇത് പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 200 മൂവിംഗ് ആവറേജിന്റെ താഴെയാണുള്ളത്. എന്നാൽ അത് കൺസേൺഡ് ആകേണ്ട ആവശ്യമില്ല. കാര്യം ഇവിടെ കൊറോണ വന്ന് ഇത്ര അധികം ക്രാഷ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നാലും ഇവിടെ ഒരു അപ് ട്രെൻഡ് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്നാലും അപ് ട്രെൻഡ് ഉണ്ട് എങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ ഒന്ന് കുറച്ച് സൂം ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ മോശമല്ലാത്തൊരു കൺസോൾട്ടേഷനിലേക്ക് ഇത് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കൺസോൾട്ടേഷനിലേക്ക് വരുന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ ഒരു ഹയർ ഹൈസ് ഉണ്ടാക്കാൻ ഇത് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോയിലേക്ക് നോക്കിയേ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എനിക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റി. ശരിയല്ലേ? അത് എവിടെയാണുള്ളത്? 340 അപ്പൊ എന്താ കാണാൻ പറ്റുന്നത്? കാരണം എത്രയോ നാളുകളായിട്ട് ICICI ബാങ്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. 340 റേഞ്ച് എത്തുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെയും 340 വരുന്നുണ്ട്. പിന്നെയും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെയും 340 വരുന്നുണ്ട്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ടൈംസ് നടന്നുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് 340 വരുമ്പോൾ സേഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ കഴിഞ്ഞ തവണ 340 എത്തിയപ്പോൾ വാങ്ങിച്ചപ്പോഴും വളരെ നല്ല ലാഭം കിട്ടി. അതിനുശേഷം പിന്നെയും 340 എത്തിയപ്പോൾ ഇത് വളരെ റീസെന്റ് ആയിട്ട് നടന്നാണ്. അതിനുശേഷം വാങ്ങിച്ചപ്പോഴും എവിടെ വരെ ചെന്നു നോക്കിയേ, ഇന്ന് തന്നെ അത് 374 എത്തി. അപ്പൊ എത്ര വ്യക്തമായിട്ട് ഇവിടെ നല്ല നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അതായത് 340 വാങ്ങിച്ചിട്ട് ഒരു 360 വിൽക്കുകയാണെങ്കിൽ പോലും ഒട്ടും മോശമല്ലാത്തൊരു റിട്ടേൺസ്, ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡ് ആണ് അത് നമുക്ക് പറയാൻ പറ്റും. ട്രേഡിംഗ് വ്യൂല് ചെന്നിട്ട് സ്വിംഗ് CPR എന്നുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമ്മൾ ICICI ബാങ്ക് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വൺ ഡേയുടെ ക്യാൻഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ ചെന്നിട്ട് സ്വിംഗ് CPR കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ സ്വിംഗ് CPR നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സ്വിംഗ് CPR എന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ സ്വിംഗ് CPR ശരിക്കും കാണിക്കുന്നത് ഓരോ മാസത്തിലേക്കാണ്. അതായത് ഇവിടെ ഇത്രയും സ്ഥലത്ത് നമുക്കൊരു സ്വിംഗ് CPR കാണുന്നുണ്ടല്ലോ. ഇത് ആ ഒരു മാസത്തെ ലെവൽസ് ആണ് ആ CPR കാണിച്ചു തരുന്നത്. അടുത്ത മാസമായപ്പോൾ കണ്ടോ, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ആയപ്പോൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. അങ്ങനെ മെയ് സ്റ്റാർട്ട് ചെയ്ത് മെയ് എൻഡ് വരെ CPR ആ മാസത്തെ ലെവൽസ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ അടുത്ത മാസം നോക്കുകയാണെങ്കിൽ CPR ആ മാസത്തെ CPR-അനുസരിച്ചിട്ടുള്ള ലെവൽസ് കാണിക്കുന്നുണ്ട്. അതായത് സെൻട്രൽ പിവറ്റ് റേഞ്ചും ഉണ്ട്, അതുപോലെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ലെവലും ഉണ്ട്, താഴെ ഒരു സപ്പോർട്ട് ലെവലും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച ലൈൻസ് എല്ലാം അതുപോലെ ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ നിന്ന് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ കൺഫർമേഷൻ എടുക്കാം. അതായത് ഇവിടെ നമ്മുടെ നോർമൽ CPR, അതായത് ഇൻട്രാഡേയിൽ CPR നിങ്ങളിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു CPR ഇൻഡിക്കേറ്ററിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ഏറെക്കുറെ അതേ ലോജിക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മാസത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ സെൻട്രൽ പിവറ്റ് റേഞ്ചിൽ നിന്ന് അത് മുകളിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഈ ഒരു പോയിന്റിൽ എത്ര പ്രൈസ് ഉള്ളത്? 330 ആണ്. ആ ഒരു 330 വാങ്ങിച്ചിരുന്നെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെ മൂവ്മെന്റ് കിട്ടുമെന്നും അതിന് മുൻപ്
മുൻപ് എക്സിറ്റ് ചെയ്യാമെന്നുമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 330 റേഞ്ചിൽ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ 360 വരെ മൂവ്മെന്റ് തീർച്ചയായിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റിയേനെ. അവിടെ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലൊരു റിട്ടേൺസ് അവിടെ കിട്ടാൻ പറ്റിയേനെ. ഇനി അതല്ല, പിന്നെയും താഴേക്ക് വന്ന് ഈ ഒരു പിവറ്റ് റേഞ്ചിൽ പിന്നെയും ടച്ച് ചെയ്തു, പിന്നെയും മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എഗെയിൻ ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി, അതായത് മുകളിലേക്ക് പോകുന്നു എന്നൊരു കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം മാത്രം മേ ബി ഈ ഒരു പോയിന്റിലെല്ലാം പോട്ടെ, ഈ ഒരു മിഡ് പോയിന്റിലെങ്കിലും 340ലെങ്കിലും എൻ്റർ ചെയ്തിരുന്നെങ്കിൽ ഈസിലി 360 വരെയുള്ള ഒരു മൂവ്മെന്റ് പിന്നെയും ക്യാച്ച് ചെയ്യാൻ പറ്റിയേനെ. ഇനി അതല്ല, കുറച്ച് മുന്നിലേക്ക് വന്നു, ഈ ഒരു 340 എന്നൊരു ലെവൽ നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 340 ക്രോസ് ചെയ്യുമ്പോൾ തന്നെ വാങ്ങാതെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഈ ഒരു സെൻട്രൽ പിവറ്റിൽ ടച്ച് ചെയ്ത് അതിനെ ക്രോസ് ചെയ്ത് പിന്നെയും മുകളിലേക്ക് പോയി ഒരു അപ് ട്രെൻഡ് കൺഫേം ചെയ്തതിനു ശേഷം സേ ഒരു 350യുടെ മുകളിൽ വാങ്ങിച്ചിരുന്നെങ്കിലോ അവിടെയാണെങ്കിലും റെസിസ്റ്റൻസ് കൂടി 380ലേക്ക് പോയിട്ടുണ്ട്. അതിന് മുൻപ് 375ൽ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും നല്ലൊരു സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റിയേനെ. എന്നാലും ഞാൻ പറയുന്നത് ഈ ഒരു സ്വിംഗ് CPR എന്നുള്ള ഈ ഒരു ടൂള് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചാർട്ടിനെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് നല്ല പ്രൈസ് ലെവൽസ് മനസ്സിലാക്കി, സപ്പോർട്ട്സ് മനസ്സിലാക്കി, അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനും സാധ്യതയുണ്ട്. അതായത് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ക്രോസ് ഹെയർ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ ക്രോസ് ഹെയറിന് കണ്ടോ ഇവിടെയും അത് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി കണ്ടോ ഇവിടെയും അത് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 390 റേഞ്ച് എന്നുള്ളത് തീർച്ചയായിട്ടും ICICI ബാങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആണെന്ന് കാണുന്നു. മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഈ ഒരു 390 കഴിയുമ്പോൾ തീർച്ചയായിട്ടും ICICI ബാങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ബ്രേക്ക് ഔട്ട് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിലും ആ ഒരു പോയിന്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നുകൂടി ഞാൻ പോയിന്റ് പറയുകയാണ്, ചാർട്ട് എടുത്ത് തുറന്നു വെക്കുക, മനസ്സ് തുറന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് പ്രൈസ് ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് കൂടി വേണമെങ്കിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സിപ്ലയുടെ ചാർട്ടാണ്. സിപ്ലയും എഗെയിൻ വളരെയധികം ഫേമസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ എത്രയോ അധികം ലൈവുകളിലും അതിനേക്കാൾ കൂടുതൽ ടെലഗ്രാമിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ പറയാറുണ്ടായിരുന്നു, സിപ്ല 630 to 650 എന്ന റേഞ്ചിൽ കുറെ കൺസോളിഡേറ്റ് ആകുന്നു എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റിയത്, ഞാൻ എപ്പോഴും സിപ്ലയെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. സിപ്ലയുടെ ഈ ചാർട്ട് ഞാൻ എപ്പോഴും കാണുമായിരുന്നു. നിങ്ങൾ ഇവിടെ നോക്കിക്കുക, ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഇപ്പോൾ 629 ആണ്, അത് 630 ആണെന്ന് വിചാരിക്കുക. അതുപോലെ 650 വരെ കണ്ടോ, ഒരു 648 650 ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ട് ഇവിടെ കൺസോളിഡേറ്റ് ആകുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ സിപ്ലൈനെ വാച്ച് ചെയ്ത് തുടങ്ങിയത് പോലും ഈ ഒരു പോയിന്റിലാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെയധികം വ്യക്തമായിട്ട് ഇതാണ് ഒരു പ്രോപ്പർ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൺസോളിഡേഷൻ നടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു പോയിന്റിനെ ക്രോസ് ചെയ്യുകയാണ്, 648 to 650 ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല അപ്പ് മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് ഞാൻ പറയുകയുണ്ടായി. അത് ഇത്ര ശക്തമായിട്ട് നടക്കുകയും ചെയ്തു. ഇനി അതും പോകട്ടെ, അത് ചെയ്തില്ല എങ്കിൽ പോലും, അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ഈ ഒരു 630 എന്ന ലെവല് ഒരു ശക്തമായ സപ്പോർട്ടാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് പ്രൈസ് ഈ ഒരു പോയിന്റിലേക്ക് എപ്പോൾ എത്തുമ്പോഴും 630ലേക്ക് അല്ലെങ്കിലും 634ലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്നതായിരുന്നു. ബ്രേക്ക് ഔട്ട് ക്യാച്ച് ചെയ്തില്ല എങ്കിൽ പോലും 630യിൽ ബൈ ചെയ്തിരുന്നെങ്കിൽ 650യിൽ വിറ്റാൽ, അതായത് ഈ ഒരു പോയിന്റിൽ 630യിൽ ബൈ ചെയ്തിട്ട് ഇവിടെ കണ്ടോ 648 വരെ പോയിട്ടുണ്ട്. ഈ 648ൽ വിറ്റിരുന്നുവെങ്കിൽ പോലും മോശമല്ലാത്തൊരു റിട്ടേൺ കിട്ടിയേനെ. ഇത് ടൈറ്റന്റെ എക്സാമ്പിൾ ആണ്. ടൈറ്റനും വളരെ വ്യക്തമായിട്ട് പലപ്പോഴായിട്ട് ലൈവിലും ടെലഗ്രാം ഗ്രൂപ്പിലും പറഞ്ഞിട്ടുള്ളതാണ് 940 എന്ന പ്രൈസ് റേഞ്ച് ടൈറ്റന് ഒരു ശക്തമായ സപ്പോർട്ട് ആണെന്ന്. അപ്പൊ അതെങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റിയത്, അത് സപ്പോർട്ട് ആണെന്നുള്ളത് ഇവിടെ ഇത് പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ശരിയല്ലേ? അതായത് ഈ 940യിൽ ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു നോക്കി. ഈ ലൈൻ പ്ലോട്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അതിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ സൂം ഔട്ട് പോലും ചെയ്യുകയാണെങ്കിൽ 2018 പോലും ഈ ഒരു 940 എന്ന റേഞ്ചിനെ എത്ര തവണയാണ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ 1 2 3 തവണയുണ്ട്. അതിന് മുൻപ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. 940 എന്നുള്ളത് ഒരു അതിഭീകര ലെവലാണെന്ന് ഞാൻ അത്ര അധികം കോൺഫിഡന്റ്ലി പറഞ്ഞത് ഈ ഒരു ലൈൻ വരച്ച് അതിന്റെ വാലിഡേഷൻ കിട്ടിയത് കൊണ്ടാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതിനാണ് ശരിക്കും പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 940 അത്ര കൺഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 940യിൽ വാങ്ങാമെന്ന്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസിൽ ലാഭം കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ലെവലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു 1000 ക്രോസ് ചെയ്ത് ഈ ഒരു 1032 എന്നുള്ള ഈ ഒരു പോയിന്റിൽ മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ളത് കൊണ്ട് അതൊരു നല്ല റെസിസ്റ്റൻസ് ആണെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം വളരെ
വളരെ സുഖമായിട്ട് ഇവിടെ എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ തന്നെ വളരെ നല്ലൊരു റിട്ടേൺ കിട്ടിയേനെ. അങ്ങനെ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സക്സസ്ഫുൾ സ്വിംഗ് ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റിയേനെ. ഇനി അതുമല്ല, ഈ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു കൺസോൾട്ടേഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാ ബ്രേക്ക് ചെയ്തത്? വളരെ സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഏറെക്കുറെ ഈ ഒരു പോയിന്റിൽ പിന്നെയും വാങ്ങാൻ പറ്റിയേനെ. അപ്പൊ എന്തായാലും ആ 3 എക്സാമ്പിൾസ് കണ്ടതിലൂടെ ഞാൻ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡ്സ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെ ഈ ഒരു ഹൗ ടു എൻറ്റർ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി സംഭവം പരിപാടി നമുക്ക് തീർക്കാം. അതായത് എക്സിറ്റ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. എക്സിറ്റ് ചെയ്യാനായിട്ട് ബേസിക്കലി 2 മാർഗങ്ങൾ ഫോളോ ചെയ്യാം. ഒന്ന് ഐദർ പ്രൈസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ടാർഗറ്റോ എസ്എൽഒ വെക്കാം. അതായത് നമ്മൾ ടൈറ്റന്റെ കേസിൽ കണ്ടതുപോലെ നമുക്കറിയാം താഴെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന്. അപ്പൊ ആ ഒരു സപ്പോർട്ടിന്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് നമുക്ക് അറിയുമെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിനെ താഴെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വരുന്നുണ്ടാകും, സ്വിംഗ് ട്രേഡ് നമ്മൾ ഡെലിവറി ബേസ്ഡ് ട്രേഡ് അല്ലേ, അതിൽ ടാർഗറ്റും എസ്എല്ലും വെക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പൊ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒന്നും ടാർഗറ്റും എസ്എല്ലും വെക്കാൻ പറ്റില്ല. എന്നാൽ സീറോദയിൽ GTT ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ GTT ഓർഡേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെലിവറി ഓർഡർ ആണെങ്കിലും അതൊരു സ്വിംഗ് ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ള ഡെലിവറി ഓർഡർ ആണെങ്കിൽ പോലും നമുക്ക് ലോങ് ടേമിലേക്ക് ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കാൻ പറ്റും. എന്നാലും അതൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അത് വരുന്നതിന്റെ മുൻപ് കാലത്തും ആൾക്കാർ സ്വിംഗ് ട്രേഡിൽ ടാർഗറ്റും എസ്എല്ലും വെക്കാറുണ്ടായിരുന്നു. അതെങ്ങനെ വെക്കുക? അത് അവരുടെ മനസ്സിലാണ് വെക്കുക. അതായത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതി വെക്കുക, ഞാനിവിടെ ICICI ബാങ്ക് 340 വാങ്ങുന്നുണ്ട്, 360 ഞാൻ എന്തായാലും വിറ്റിരിക്കും. കാരണം എനിക്കറിയാം 360 തൊട്ട് മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാം 330 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു 328 ആവുമ്പോൾ ഞാൻ വിറ്റിരിക്കുമെന്ന് എഴുതി വെക്കും. എന്നിട്ട് ആ ഒരു ലെവലിലേക്കൊക്കെ പ്രൈസ് എത്തുകയാണെങ്കിൽ ഐദർ ചാർട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓർഡർ അവിടെ പ്ലേസ് ചെയ്ത് വെക്കും. അന്നത്തെ ദിവസം ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കും. അങ്ങനെ ടാർഗറ്റും എസ്എല്ലും ഡിഫൈൻ ചെയ്ത് കയറുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എന്നാൽ ടാർഗറ്റും എസ്എല്ലും ഡിഫൈൻ ചെയ്യാൻ തന്നെ 2 രീതിയുണ്ട്. ഈ പറഞ്ഞതുപോലെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസ് ചെയ്ത പ്രൈസ് ലെവൽസ് വെച്ചിട്ട് ടാർഗറ്റും എസ്എല്ലും വെക്കാം. ഇനി അതല്ല എങ്കിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഈ സെക്കൻഡ് മെത്തേഡ് ആണ്. അതായത് വളരെ വ്യക്തമായിട്ട് പെർസെന്റേജ് ബേസ് ചെയ്തുകൊണ്ട് ടാർഗറ്റും എസ്എല്ലും ഡിഫൈൻ ചെയ്യുക. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ അല്ലെങ്കിൽ ട്രേഡിംഗിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊരു 1:3 റിസ്ക് റിവാർഡോ അല്ലെങ്കിൽ ഒരു 1:4 റിസ്ക് റിവാർഡ് പോലും സ്വിംഗ് ട്രേഡിംഗിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എഗെയിൻ ഇപ്പോൾ 340 റുപ്പീസിൽ ICICI ബാങ്ക് വാങ്ങാമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ 340 മുകളിൽ നമ്മൾ വാങ്ങുമ്പോൾ എൻ്റർ ചെയ്യുമ്പോഴേ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് എനിക്കൊരു 4% റിട്ടേൺ കിട്ടണം. അപ്പൊ ടാർഗറ്റ് ഒരു 4% വെക്കും. അപ്പൊ 340 4% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ടാർഗറ്റ് ആയി വെക്കും. അപ്പൊ അതേസമയം ഒരു 1:4 റിസ്ക് റിവാർഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 340 1% സെലക്ട് ചെയ്തിട്ട് 1% താഴോട്ട് നീങ്ങിയാൽ അവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങും. അതാണ് എന്റെ റിസ്ക് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റർ ചെയ്യാറുള്ളത്. അപ്പൊ അത് മനസ്സിലായ സ്ഥിതിക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ചൊന്ന് കാര്യങ്ങൾ റിയലിസ്റ്റിക് ആകാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആൾക്കാർ വരുമ്പോൾ തന്നെ കുറേ അധികം എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. ഞാൻ പറയുന്നത് നമ്മളെല്ലാവർക്കും തീർച്ചയായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകണം. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഞാൻ പറയുകയാണ്. ഒരു സ്വിംഗ് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു 3% കിട്ടുകയാണെന്ന് വിചാരിക്കുക. കുറച്ചൊന്ന് ബുദ്ധിപരമായിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡ് എടുത്താൽ പോലും ഈ ഒരു 3% എന്നുള്ള പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വിംഗ് ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് 3% കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു മാസം അങ്ങനത്തെ വെറും 2 ഓപ്പർച്യൂണിറ്റീസ് മാത്രം നിങ്ങൾ കണ്ടെത്തുക. 30 അല്ല 20 അല്ല 10 അല്ല, വെറും 2 ഓപ്പർച്യൂണിറ്റീസ് മാത്രം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാസം നിങ്ങളുടെ ക്യാപിറ്റലിന്റെ പുറത്ത് 6% റിട്ടേൺ കിട്ടുകയാണ്. അതും ആദ്യത്തെ ട്രേഡിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെ നിങ്ങൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോമ്പൗണ്ട് ആവുകയാണ്. 6% പെർ മന്ത് എന്ന ഒരു കോമ്പൗണ്ടിങ് റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഇയർലി എത്രയായി? 72% പെർ ഇയർ നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ അതിനെയും ഒന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുകയാണെങ്കിലോ ഒരു വർഷം കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ട്രേഡിംഗ് ക്യാപിറ്റൽ എത്രയാണോ അത് ഡബിൾ ആവുകയാണ്. ഒരു വർഷത്തിൽ ഡബിൾ ആവുകയാണ്. അതും എങ്ങനെ? പ്യോർലി ഇത്ര അധികം സേഫ് ആയിട്ടാണ് ഇത് ഡബിൾ ആയിരിക്കുന്നത്. എങ്ങനെയാണ്? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും മാസത്തില് 3% റിട്ടേൺസ് തരുന്ന 2 സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തപ്പോൾ അവിടെയാണ് ആൾക്കാർ ഓവർ ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഈ സ്റ്റോക്ക് കയറോ, ആ സ്റ്റോക്ക് ഇറങ്ങുമോ, അല്ലെങ്കിൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസിന്റെ പുറകിൽ ഭ്രാന്തമായിട്ട് ഓടുമ്പോഴാണ് പലപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റിയും കണ്ടെത്താൻ പറ്റാത്തത്. വളരെ വ്യക്തമായിട്ട് ഒരു 10 20 സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ വളരെ നല്ലൊരു ലോയിലേക്ക് എത്തിയെന്ന് കാണുമ്പോൾ മാത്രം അതിനെ വാങ്ങുക. അങ്ങനത്തെ വെറും 2 ഓപ്പർച്യൂണിറ്റീസ് മാസം കണ്ടെത്തുക. വളരെ ഈസി ആയിട്ട് എത്ര നല്ല റിട്ടേൺ വളരെയധികം സേഫ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഡിസിപ്ലിനും നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും നമ്മൾ വളരെയധികം ക്ലിയർ ഹെഡഡ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് വിജയം ഇരിക്കുന്നത്. റാദർ ദാൻ സ്ട്രാറ്റജി പഠിക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റോക്ക് സെലക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് നമ്മളെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ മോസ്റ്റ്ലി സംസാരിക്കേണ്ടത് ഇത് തന്നെയായിരുന്നു. അതായത് തീർച്ചയായിട്ടും കുറേയധികം സ്ട്രാറ്റജീസും സ്ക്രീനേഴ്സും ഉണ്ട്. അതെല്ലാം
വേണമെങ്കിൽ നമുക്ക് മുന്നിലേക്ക് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ മുന്നിലേക്ക് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിലേക്ക് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോഴാണ് ശരിക്കും ഞാനും നമ്മുടെ കമ്മ്യൂണിറ്റിയും എല്ലാവരും നല്ല ഹാപ്പി ആവുക, അതുപോലെ തന്നെ ശക്തമായിട്ട് മുന്നിലേക്ക് പോവുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോ മാക്സിമം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.